ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോളേജിലെ ഒരു ടൂർ വ്ളോഗാണ്. ഞങ്ങൾ ആദ്യം തന്നെ പോയത് വയനാടാണ്. അപ്പോൾ വയനാട്ടിലെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. നമ്മുടെ ഫസ്റ്റ് അഡ്വഞ്ചറസ് ട്രിപ്പ് ട്രക്കിംഗ് ആണ്. ഇപ്പൊ ട്രക്കിങ്ങിന്റെ വിശേഷം ആദ്യം കാണാം. അപ്പൊ നമ്മള് 900 കണ്ടിയിൽ പോകാൻ പോവാണ്. ഫസ്റ്റ് ട്രക്ക് ഞങ്ങളുടെയാണ്. അതെ, നമ്മുടെ ബാക്കിലാണ് ബാക്കി 6 ട്രക്കും വരുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ബാക്കിലത്തെ വ്യൂ കാണിച്ചു തരാം. ഇവിടെ ആ കാണുന്ന മല കണ്ടോ? നമ്മളങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മളങ്ങോട്ടേ പോകുന്നേ. ഇവിടെ വയനാട് 900 കണ്ടി വരുന്ന പ്ലേസ് എന്ന് പറയുന്നത് മേപ്പാടി ടൗണിലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാരും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഒരുപാട് വ്യൂവും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടിയല്ലേ. ഹരിതഗിരമണി, അതെ, ഹരിതാപം നിറഞ്ഞ ഒരു നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നേരെ 900 കണ്ടിലോട്ട് പോവാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഒരു കൊറിയർ ഒന്ന് വാങ്ങിക്കോ. കൊറിയർ മേടിച്ചേക്കാൻ ഒരു ചേട്ടൻ. ഓക്കെ, അപ്പൊ നമ്മളൊരു കൊറിയർ മേടിക്കാൻ കൊടുത്തു. ഇനി നമ്മൾ പോകുന്നതിന്റെ വ്യൂ കാണിച്ചു തരാം. തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് എല്ലാ വീഡിയോയും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലാം കുറച്ച് ഹറിബറി ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണണം കേട്ടോ. നമുക്കൊരു അഡ്വഞ്ചറസ് ട്രിപ്പാണ്. കാരണം നമ്മൾ കുലുങ്ങി നോക്കിക്കൊണ്ടിരിക്കുന്നത്. എപ്പൊ തെറിച്ച് വീഴുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ ഇവിടുത്തെ റോഡ്. പക്ഷെ ഇതൊരു ഭംഗിയാട്ടോ, ഇതൊരു രസമാണ്. അതെ, ഇത് ഓഫ് റോഡ് റൈഡാണ്. ഏറ്റവും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള, നമ്മൾ ട്രാവലിംഗ് ഒക്കെ ആഗ്രഹിക്കാൻ, ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമുള്ളവര് ഉറപ്പായിട്ടും വന്നിരിക്കേണ്ട ഒരു പ്ലേസ് ആട്ടോ. നമുക്ക് ജീപ്പ് റൈഡിൽ വന്ന് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കണ്ടിട്ട് പോകാം. ഞങ്ങളൊക്കെ ചില്ല് ചെയ്തോണ്ടിരിക്കണ്ടില്ലേ. നമ്മുടെ മിസ്സാണ് ആ പൊക്കോണ്ടിരിക്കുന്നത്. ആ ജീപ്പിൽ പാഞ്ഞു പോവാ. നമ്മൾ ആദ്യമേ വന്നിട്ട് നമ്മളെ കടത്തി വെട്ടിയിരിക്കുകയാണ് അവര്. ഇനിയാണ് നമ്മളിതേ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടക്കുന്നത്. ഇതേ നമ്മുടെ റോഡ് കണ്ടോ? ഈ റോഡിൽ കൂടെയാണ് നമ്മൾ ഈ ട്രക്ക് കൊണ്ട് നമ്മുടെ ചേട്ടൻ നമ്മളെ കയറ്റാൻ പോകുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ബാക്കിയൊക്കെ കണ്ടു തന്നെ അറിയും. ഞങ്ങൾ നല്ല അടിച്ചു പൊളിച്ചു. എന്തായാലും ആക്ച്വലി നമ്മൾ നമ്മുടെ മെയിൻ അഡ്വഞ്ചറസ് ട്രിപ്പിലേക്ക് നമ്മൾ കടക്കുവാണ്. പുറകിരിക്കുന്നവര് പറഞ്ഞിടിച്ച് വീടരുത് കേട്ടോ. പിടിച്ചിരിക്കും എല്ലാരും. പക്ഷേ എന്താണെങ്കിലും നമ്മുടെ ചേട്ടൻ വിട്ടുകൊടുക്കത്തില്ല. ഒരു ട്രക്ക് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് നടപ്പുണ്ട്. അവര് ബാക്കിലോട്ട് എടുക്കുന്നത് വരെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ നിൽക്കും. കണ്ടോ? ഇങ്ങനെ വേണം നമ്മൾ ട്രക്കിന്. അടിപൊളിയാണ്. നമ്മളീ ബീച്ചിലെ ക്യാമലിന്റെ പുറത്ത് കയറിയിരിക്കുന്ന അതിന്റെയും പരിപാടിയാണ്. അത് നമ്മുടെ ഗ്രൂപ്പ് അല്ല. ഇനി കുറച്ചു നേരം നമുക്ക് ഇങ്ങനെ നമ്മളെ കണ്ടോണ്ടിരിക്കാം. അനങ്ങല്ലേ, അനങ്ങുന്നത് കൊണ്ട് നമ്മൾ പേടിക്കരുത്. ഈ വഴി ഞാൻ പറയുന്നത് നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് കണ്ടോ? ഈ കുണ്ടും കുഴിയിലും കൂടെയാണ് നമ്മള് പൊക്കോണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇത് കുണ്ടും കുഴിയും അല്ല, ഇത് പാറ പൊട്ടിച്ചുണ്ടാക്കിയ വഴിയാണെന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. അഥവാ ചേട്ടനും അതിന്റെ ആ ഹിസ്റ്ററി അറിയത്തില്ല, ഈ വഴി എങ്ങനെ വന്നെന്നുള്ളത്. എന്നിരുന്നാലും ഇതാണ് നമ്മുടെ മുണ്ടക്കൈ ഫോറസ്റ്റിലോട്ടാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മുണ്ടക്കൈ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാഹസിക യാത്ര ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ച കാഴ്ച വെച്ച ഈ ചേട്ടന്റെ പേര് ഈ ചേട്ടൻ പറയുന്നത് ഇവിടെ പുലിയും കാട്ടാനകളും ഒക്കെ ഇറങ്ങുന്ന ഒരു ഏരിയ ആണ്. ഇത് ഇപ്പം പകലായതുകൊണ്ട് ഒന്നും ഇറങ്ങത്തില്ല. നൈറ്റില് മാത്രമേ, നൈറ്റില് വന്നവരൊക്കെ പുലിയെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ളൊരു ഭാഗ്യം കിട്ടാതിരിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങള് പൊക്കോണ്ടിരിക്കുകയാണ്. അല്ലേ? നമ്മളൊരു വലിയ അല്ല നമ്മൾ താഴെ കൂടെ തന്നെയാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിഗംഭീരമായ
പപ്പായ. അടിപൊളി. അതെ, വേറെയും കുറെ വണ്ടികൾ വരുന്നുണ്ട്. ഇവർക്ക് കേറി ഇറങ്ങിയിട്ട് വരുന്നവരാണ്. അതെ, നമ്മളിപ്പോ പിന്നെയും നമ്മള് ആടാൻ തുടങ്ങുകയാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാരും ഇപ്പൊ ഫ്രണ്ടിലും ബാക്കിലായിട്ട് വന്നിട്ട് നമ്മളിപ്പോ നടുക്കാണ് ഇപ്പൊ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ചേട്ടൻ നമ്മുടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ട്രക്ക് ഏരിയ എന്ന് പറയുന്നത് എത്ര പറഞ്ഞാലും മതി വരാത്ത അത്രയും തന്നെയുള്ള ഒരു ട്രക്ക് ഏരിയ. എന്റെ ആളിയാ, നമ്മളൊരു മല കയറാൻ പോണ കാണിച്ചു തരാം. കണ്ടോ, നമ്മള് കേറുന്ന ഒരു മലയാണിത്. അറിയത്തില്ല, നമ്മള് കഴിഞ്ഞ വഴിയിലൊക്കെ വന്നില്ലേ, ആ വഴിയിൽ വ്യത്യാസമായിട്ട് ഈ വഴിയിൽ അപ്പുറത്തും ഇപ്പുറത്തും ടാറിട്ടിട്ടുണ്ട് ഗൈസ്. കോൺക്രീറ്റ്, ഐ മീൻ കോൺക്രീറ്റ്, ടാറല്ല കോൺക്രീറ്റ്. ഇതാണ് നമ്മുടെ 900 കണ്ടി എക്കോ പാർക്ക്. വെരി നൈസ്. ഇതാണ് നമ്മുടെ 900 കണ്ടി. നമ്മൾ ഈ പ്ലേസിൽ എത്തിയിട്ടാണെങ്കിൽ ഒത്തിരി സ്ഥലങ്ങളൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ മാക്സിമം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ അമൃത ഷാജി, നമ്മുടെ ടിക്ടോക്കിൽ അമൃത ഷാജി എന്ന് പറഞ്ഞു. ഒരു ഹായ് കൊടുക്ക്, വ്ളോഗിങ്ങാ, എല്ലാരും ഹായ് കൊടുക്ക്. നമ്മുടെ സെക്കൻഡ് പ്ലേസ് എന്ന് പറയുന്നത് വയനാട് ഡാമാണ്. നമ്മൾ ഡാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയുണ്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്ലേസ്. ഇനി അത്രയും സ്റ്റെപ്പ് കയറി നമ്മളങ്ങ് മേളിൽ വരെ ചെല്ലണം. അതാണ് നമ്മുടെ ടാസ്ക് 2. വയനാട്ടിലെ ഡെസ്റ്റിനേഷൻ നമ്പർ 2 ആണ്. നമുക്കിപ്പോൾ നോക്കാം. കണ്ടോ, ഇവിടെ ഇങ്ങനെ കയറി ഇങ്ങനെ പോകണം. നമുക്ക് നടക്കാം. സ്റ്റെപ്പ് ഉണ്ടോ, കയറാൻ പോവാ. ഓടി സ്റ്റെപ്പ്. അതെ, അയ്യോ പൂച്ചയിറച്ചി എന്നിട്ട് അവൻ ഛർദിച്ചേക്കുന്നു. എന്നെ കൊണ്ടും തീറ്റിപ്പിക്കാതെ തന്നെ തിന്നതാ. ചെന്നിട്ട് വരാം. ക്യാമറയിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇത് വന്നിട്ടില്ല കേട്ടോ. ഇത് നേരിട്ട് കാണാൻ അടിപൊളിയാണ്. എല്ലാവരും നേരിട്ട് ചെന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. താഴത്തതാണ് നമ്മൾ നടന്ന് ഇങ്ങനെ കയറി, ഈ സ്റ്റെപ്പ് കയറി ഇങ്ങനെ കയറി വന്ന. ഹായ് പറ മിസ്. ഹായ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. പോവാണ് ഗൈസ്. ബാക്കിൽ ഒരു ബസ് ചീർപ്പാഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് വയനാട് നമ്മൾ അടിച്ച് പൊളിച്ചു ഗൈസ്. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വയനാടായിരുന്നു. നമ്മളെല്ലാ സ്ഥലത്തും പോയി നല്ല അടിപൊളിയായിട്ട്. ഒന്നും കൂടെ ചുറ്റിട്ട് നമ്മുടെ ഡാമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ തന്നെ. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ അതേ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. കുറേ പേര് വരാനുണ്ട്. കണ്ടോ, ഒത്തിരി പേര് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. കുറേ പേര് മേളിൽ നിന്ന് ഇറങ്ങി വരണം. അങ്ങനെ ഞങ്ങളിപ്പം റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂമിൽ ചെന്നിട്ട് അല്ല, എന്താന്ന് വെച്ചാല് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ നാളെ എന്ന് വരുന്നത് കൂർഗാണ്. അപ്പൊ കൂർഗിൽ നമുക്ക് പോകണമെങ്കിൽ വെളുപ്പിനെ 4:15 എണീക്കണം എന്നാണ് മിസ് പറഞ്ഞത്. കൃത്യം 5 മണിക്ക് നമ്മുടെ ബസ് പുറപ്പെടുവിക്കുന്നത്. ബസ് എടുക്കും. ബസ് പുറപ്പെടൂട. യെസ്, നമ്മുടെ ബസ് പുറപ്പെടും. അതുകൊണ്ട് നമ്മള് റൂമിലോട്ട് പോവാം. നമ്മൾ നല്ലതുപോലെ ഒന്ന് റിലാക്സ് ചെയ്ത് ഉറങ്ങി അടുത്ത ദിവസം വീണ്ടും കാണാം.
ഓക്കെ, അപ്പൊ നമുക്ക് റൂമിൽ ചെന്നിട്ടുള്ള ബാക്കി ചെറിയ ചെറിയ ഷോർട്സും റീൽസും ഒക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.